മിക്ക ആസ്മ പേഷ്യൻസിൻ്റെ ഒരു പ്രധാന ഡൗട്ടാണ്, എനിക്ക് വീട്ടിൽ വെച്ച് ഒരു ആസ്മ അറ്റാക്ക് ഉണ്ടായാൽ ഞാൻ എന്ത് ചെയ്യണം? മിക്ക ആസ്മ പേഷ്യൻസിനും ഈ ഒരു പ്രോബ്ലം വൺസ് ഇൻ എ ലൈഫ് വന്നിട്ടുണ്ടാവും. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ആസ്മ കൂടിയതെന്നുള്ള ഒരു ഇവാലുവേഷൻ. അതായത് എനിക്ക് ഫീവർ വന്നതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കാരണമാണോ, പൊടിയോ പുകയോ പെട്ടെന്ന് എന്തെങ്കിലും ശ്വസിച്ചതാണോ, നമ്മൾ ആസ്മ ട്രിഗർ ചെയ്യാനൊരു കാരണം ഉണ്ടാവും. ഇങ്ങനെ ഒരു ട്രിഗറിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത്, ഇങ്ങനെ പൊല്യൂഷനൊന്നും ഇല്ലാത്തൊരു റൂമിൽ ഇരിക്കണം. എപ്പോഴും കിടക്കാതെ ഇരുന്നിട്ട് വേണം ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ. കിടന്നു കഴിഞ്ഞാൽ ആസ്മ സിംറ്റംസ് കൂടും. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ ഡോക്ടർ തന്നിരിക്കുന്ന റിലീവർ ഇൻഹേലർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ആസ്മ അറ്റാക്ക് വന്നാൽ എടുക്കാൻ ഒരു ഇൻഹേലർ മിക്കവാറും ഉണ്ടാവും. അത് മിക്ക പേഷ്യൻസിനും റിലീവറായിട്ട് കൊടുക്കുക. ഒന്നെങ്കിൽ സാൽബ്യൂട്ടമോൾ ഇൻഹേലർ ആയിരിക്കാം, അതല്ലെങ്കിൽ അവരുടെ ഓൺ ഇൻഹേലർ തന്നെ നമ്മൾ റിലീവറായിട്ട് യൂസ് ചെയ്യും. ഈ റിലീവർ ഇൻഹേലർ 2 പഫ് പെട്ടെന്ന് തന്നെ എടുക്കണം. 2 പഫ് 20 മിനിറ്റ് ഇടവിട്ട് നമുക്കൊരു 4 മുതൽ 6 വരെ റിപ്പീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും, എവറി 20 മിനിറ്റ്സ്. എന്നിട്ട് ബുദ്ധിമുട്ട് മാറുന്നുണ്ടോ എന്ന് നോക്കണം. ബുദ്ധിമുട്ട് മാറുന്നില്ല, സിംറ്റംസ് വളരെ കൂടാണ്, നമുക്ക് സംസാരിക്കാൻ ഒരു സെൻറ്റൻസ് പോലും മുഴുവൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു ഗിഡിനെസ് പോലെ വരുന്നുണ്ട്, ശ്വാസം എടുക്കാൻ ഒത്തിരി എഫേർട്ട് എടുക്കേണ്ടി വരുന്നു, മസിൽസ് ഒക്കെ കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരുന്നു, ഇങ്ങനത്തെ കുറച്ച് ബാഡ് സൈൻസ് ആണ് നിങ്ങൾക്കുള്ളത്. ഇത്രയും റിലീവർ ഇൻഹേലർ എടുത്തിട്ടും വിത്തിൻ കപ്പിൾ ഓഫ് അവേഴ്സ് അല്ലെങ്കിൽ കപ്പിൾ ഓഫ് മിനിറ്റ്സ് നിങ്ങൾക്ക് റിലീവ് ഇല്ലെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ എമർജൻസിയിൽ കോൺടാക്ട് ചെയ്യണം, ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം, എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ്. അതല്ല, നിങ്ങളുടെ റിലീവർ ഇൻഹേലർ എടുത്തു, നിങ്ങളുടെ സിംറ്റംസ് എല്ലാം ബെറ്റർ ആയി, നിങ്ങളുടെ ഓൺ ഇൻഹേലർ കണ്ടിന്യൂ ചെയ്തിട്ട് അടുത്ത ഒരു 24 അവറിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. താങ്ക് യു.